ആൻ എക്സ്പേർട്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിൽ നമ്മളെപ്പോഴും ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ്. ഞങ്ങളുടെ ഒരു മേഖലയിൽ എപ്പോഴും ഒരു സാധാരണക്കാരന് ആരാണ് ആർക്കിടെക്റ്റ്, ആരാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാരും ഇപ്പോൾ ഉണ്ട്. ഏതൊരു സാധാരണക്കാരനും ആഗ്രഹിക്കുന്നത് എൻ്റെ വീട് ഈ മേഖലയിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ, ഒരു എക്സ്പേർട്ട് വേണം പണിയണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിൽ ആരാണ് ഈ എക്സ്പേർട്ട് എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതിലാണ് പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുള്ളത്. ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് ഒരു കറക്റ്റ് ആളുടെ അടുത്താണോ, ഈവൻ ആരാണ് ആർക്കിടെക്റ്റ്, ആരാണ് സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ ആർക്കിടെക്റ്റ് ആയിക്കോട്ടെ, സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഈസ് ഹീ ക്യാപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്? എൻ്റെ ഈ വീട് പണിയാൻ ഇയാൾക്ക് കപ്പാസിറ്റി ഉണ്ടോ, ആൾ ഈ ഒരു കാര്യത്തിൽ എക്സ്പേർട്ടാണോ എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു സംശയം. അപ്പം അതിൽ ഞാൻ ആൾക്കാരോട് ഒരു എക്സാമ്പിളായിട്ടാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അതിൽ ഒരു സ്ട്രക്ചർ റിലേറ്റഡ് എക്സാമ്പിളായിട്ട് തന്നെ ഞാൻ പറയാം. ഞാനിങ്ങനെ ചോദിക്കുന്നവരോട് പറയാറുണ്ട്, ഇപ്പോൾ നമ്മുടെ ഒരു വീട് പണിയുന്ന സമയത്ത് നമുക്കൊരു ലിൻഡിൽ വാർക്ക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. ആ ലിൻഡിൽ വാർക്കയിൽ നമ്മൾ 7 അടി പൊക്കത്തിൽ ജനലിൻ്റെ മുകളിലൂടെയൊക്കെ പണിയുന്ന ഒരു ബീമിനെയാണ് ലിൻഡിൽ ബീം എന്ന് വിളിക്കുക. അപ്പോൾ അതിലൊരു 4 പാളി അല്ലെങ്കിൽ 5 പാളി ജനൽ വരികയാണ്. ഒരു 8 to 10 അടി നീളമുള്ളൊരു ജനൽ വരികയാണ്. അതിൻ്റെ മുകളിൽ ഈ പറയുന്ന ഒരു ബീം കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര MM കമ്പി വേണമെന്ന് ചോദിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ പണിക്കാരാണെങ്കിലും അവർ ചോദിക്കുക ഇതിലേക്ക് എത്ര MM കമ്പി ഇടണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 2 തരത്തിൽ ഉത്തരം പറയുന്നവരെ കാണാം. നിങ്ങൾ 16 കമ്പി ഇട്ടോ എന്നായിരിക്കും 2 പേരും പറയുന്ന ഉത്തരം. പക്ഷേ ഈ 2 പേരോടും നമ്മൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് ഈ 16 mm എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ ഇത്ര കൊല്ലം 10-15 കൊല്ലമായിട്ട് ഈ പരിപാടി ചെയ്യാനാണ്, ഇതുവരെ ഞാൻ ഇട്ടിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ഒരാളുണ്ടാവാം. ചിലപ്പോൾ രണ്ടാമത്തെ ഒരാൾ ഇത്ര നീളമുള്ള ബീമിൻ്റെ മുകളിലേക്ക് ഇത്ര ടൺ ലോഡ് വരുന്നുണ്ട്, ഇത്ര നീളമുള്ള ബീമിൽ ഇത്ര ടൺ ലോഡ് വരുമ്പോൾ ഇത്ര mm² കമ്പി അവിടെ വേണം. അപ്പോൾ 16 കമ്പി ഇടുകയാണെങ്കിൽ 2 കമ്പി വേണം, ഇത് തന്നെ 12 ഇടുകയാണെങ്കിൽ 3 മേലെ കമ്പി വേണം എന്ന് കണക്ക് കൂട്ടി പറയുന്ന ഒരാളും ഉണ്ടാവാം. അതിൽ ആരാണോ ഈ കണക്ക് കൂട്ടി പറയുന്ന ആൾ, അയാളെയാണ് നമ്മൾ എക്സ്പേർട്ടായിട്ട് കണക്കാക്കേണ്ടത്. അപ്പോൾ അത് പലപ്പോഴും ഒരു ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കില്ല. ചിലപ്പോൾ ഒരു M.Tech കഴിഞ്ഞ ഒരാളും ചിലപ്പോൾ ഇത് പറയാൻ കപ്പാസിറ്റി ഇല്ലാത്തവരുണ്ടാവാം. നേരെ മറിച്ച് ഇത് പഠിക്കാത്ത ഒരാളും ഇത് പറയാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ടാവാം. ആർക്കാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രോപ്പർ മാഗ്നിറ്റ്യൂഡിൽ പറയാൻ പറ്റുന്നത് അവരെയാണ് നമ്മൾ എക്സ്പേർട്ട് എന്ന് വിളിക്കുന്നത്.